വ്യത്യസ്ത ഭാഷകളിലും വ്യത്യസ്ത സംസ്കാരങ്ങളിലും വ്യത്യസ്ത രീതിയിലും ലോകത്ത് പ്രണയം നടന്നു. ഇനി ഒരുപാട് നടക്കാനിരിക്കുന്നു. ഷാജഹാൻ ചക്രവർത്തി കണ്ടത് ഈ അസഖ്യ മുംതാസ് നമുക്ക് ഒരു നിമിഷം പോലും വേർപിരിയാനാകില്ല, നമ്മളെ എന്നും ഇതുപോലെ നിലനിർത്തണമെന്ന അതിയായ ആഗ്രഹത്തിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കാം വേർപാടിൻ്റെ വാർത്ത അദ്ദേഹം അറിയുന്നത്. ഈ വേർപാട് അദ്ദേഹം ലോകത്തെ അറിയിച്ചത് ലോകാത്ഭുതങ്ങളിലൊന്നായി മാറിയ താജ്മഹലിലൂടെയാണ്. ചരിത്രം അറിഞ്ഞ ലോകത്തിലെ എല്ലാ പ്രണയിതാക്കളും നോക്കിക്കാണുകയും അതിനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇറ്റ്സ് വൈറ്റ് ലവ്. ഇതാരാ വരുന്ന നോക്കി, മൈൻഡ് ചെയ്യണം, സ്ഥലം വിട്ടോ. നീ അങ്ങോട്ട് പോവരുത്. ഇല്ല, എനിക്ക് അവളെ കാണണം. എല്ലാം പറയാം. ഇവിടെ നിൽക്കുന്ന രണ്ടാക്കും അപകടമാണ്. നീ വേ വണ്ടി കയറ്. എനിക്ക് അവളെ കണ്ടേ പറ്റൂ. വേ കേറ്. നിനക്ക് തൃപ്തിയായില്ലേ? ഇപ്പൊ എനിക്കും കൂടി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. നിനക്ക് ആ വഴി തന്നെ അങ്ങ് പോയാൽ പോരായിരുന്നോ? മനുഷ്യന്റെ സമാനം കെടുത്താണേ വന്നോളൂ ഓരോരുത്തർ. ഇറങ്ങി. ഇങ്ങോട്ട് വരുന്ന അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിൽ രണ്ടാളെയും കടലിൽ താഴ്ത്തി കൊന്നുകളയും. പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ അങ്ങ് തുലച്ച് ഈ നിമിഷം സ്ഥലം വിട്ടോണം. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ. ആര്? എന്തിന്? എന്റെ വണ്ടി പമ്പിലിരിപ്പുണ്ട്, ഒന്ന് വീട്ടിലെത്തിച്ചേക്കാം. ഇത്രയും നാൾ നിന്റെ കാരണവരും ഗുണ്ടകളും വേട്ടയാടിയത് എന്നെയും എൻ്റെ കൂട്ടുകാരെയുമാണ്. അവർ നിന്നെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടത് കൂട്ടുകാരനാണെന്ന പരിഗണന കൊണ്ട് മാത്രമാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൾ എവിടെയാ? ഒന്ന് പറ. ഇല്ലടാ, തനിക്കൊന്നും മനസ്സിലാവില്ല. കുട്ടിക്കാലം മുതൽ നിങ്ങളെ കുടുംബങ്ങൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ച നിന്റെ മുറപ്പെണ്ണല്ലടാ അവള്. അവൾ നിന്റെ കൂടെ മാത്രമേ സ്കൂളിൽ വന്നിട്ടുള്ളൂ. താൻ ലീവാണെന്നറിഞ്ഞാൽ കാരണങ്ങളുണ്ടാക്കി അവൾ ലീവ് എടുക്കുമായിരുന്നു. ഇതും പറഞ്ഞ് എത്ര തവണ ഞാൻ അവളെ കളിയാക്കണമെന്നറിയോ? അതുകൊണ്ട് ഞാൻ കരുതി നീ ഒരു ഭാഗ്യം ചെയ്തവനാണ്. എവിടെ
പെട്ടെന്ന് അപ്രത്യക്ഷമാവുക, അത് കണ്ട് നാട്ടുകാർ പറഞ്ഞെടുക്കുക നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന്. എന്തൊക്കെയാടാ ഈ കേൾക്കുന്നത്? ഇല്ലടാ, ഇല്ല, എനിക്കതിന് കഴിയില്ല. അതറിഞ്ഞ് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ അവൾ സുഖം പ്രാപിച്ചു വീഴുന്നു. തല കറങ്ങുന്നു. എന്തു പറ്റിയടാ? അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്. ഇതിന്റെ ഒരു കാര്യം. സഹി, സഹി, ഹലോ. ഡാ, നീ പെട്ടെന്നൊരു ബോട്ടിൽ വെള്ളമായിട്ട് തുറമുഖത്തേക്ക് വാ. പെട്ടെന്ന് വാ, അർജന്റാണേ. ഡാ സഹി, ഇടാ. വേവാ. ഡാ സഹി, ഡാ കണ്ണൂർക്ക്. ഡാ ഇത് കുടിക്കും. ഇല്ലടാ, ഒന്നും പേടിക്കല്ല, ടെൻഷൻ അടിക്കല്ല, എല്ലാം ശരിയാവും. ഇങ്ങോട്ട് വരുന്നത് ആരെയും കണ്ടിനോ? അറിയില്ല. ഇവൻ അവളുടെ വീട്ടിലേക്ക് പോവായിരുന്നു. ഞാൻ ബലം പ്രയോഗിച്ച് കൊണ്ടുവന്ന ഇങ്ങോട്ട്. ഞാനന്ന് അങ്ങോട്ട് മാറി നിൽക്കാം. ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ നോക്കട്ടെ. സത്യത്തിൽ എനിക്ക് എന്താ സംഭവിച്ചത്? അവൾക്കൊരു സ്പെഷ്യൽ ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാൻ ആരോടും പറയാതെ ഹൈദരാബാദിലേക്ക് വണ്ടി കയറിയതായിരുന്നു. പിന്നെന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ബോധം വരുമ്പോൾ ഗോഡൌണിൽ ഞാൻ ആരുടെയൊക്കെ പിടിയിലായിരുന്നു. അവളെ കാണാതെയുള്ള ദിവസങ്ങൾ എങ്ങനെ തീർത്തെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്ന് എനിക്കറിയില്ല. ഇതൊന്നും അറിയാതെ അവൾ സഹി, നീ ഇവിടെ ഇരിക്കും, ഞാൻ വല്ലതും കഴിക്കാൻ വാങ്ങിയിട്ട് വരാം. मैं हो लाही माही माँ, मैं हो बाही लाही माँ, ये लो मी लो ही लो ना मी लो ही लो ना ശരിക്കും ഇല്ല, ഇന്ന് തന്നെ ഞാൻ ഒരെണ്ണം അറിയിക്കും. സഖി, നീ ഇവിടെ?
എനിക്ക് സന്തോഷമാണ്. സത്യത്തിൽ നീ ചെയ്തതാടാ ശരി. ഇവന്മാരൊക്കെ എത്ര ആടിൻ്റെ ജീവിതം തകർത്തെന്നറിയോ നിനക്ക്? അതിലൊരാളാണ് ഞാൻ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങോട്ട് വന്നത്. അപ്പോഴാണ് നിന്നെ കാണുന്നത്. സന്തോഷാടാ. എന്തെങ്കിലും പറയടാ. ഇല്ലടാ, നിന്റെ പ്രണയം പോലെയല്ല എൻ്റെ പ്രണയം. എനിക്കവളെ ജീവനാണ്, അവൾക്ക് എന്നെയും. ഇലവിടെ കൊന്നുകളിയും പന്നി. അവൾ എന്റെ ഹൃദയമാണ്. ഷീസ് മൈ ഹാർട്ട്. നിങ്ങളുടെ പ്രണയം കള്ളമായിരുന്നു. ഇറ്റ് വാസ് എ ഫേക്ക്. സോറിയടാ, ഒരു കാലം പ്രണയം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. സിനിമയിൽ കണ്ടതല്ലാതെ. 1 വർഷം മുമ്പ് നടന്ന ഫംഗ്ഷനിൽ ഒരു സുന്ദരിയായ പെൺകുട്ടി എന്നോട് പുഞ്ചിരിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ എന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞു. അന്ന് മുതൽ ഞാൻ വേറൊരു ലോകത്തായിരുന്നു. ഇന്നലെ അവൾ എന്നെ വിളിച്ചു പറഞ്ഞു എല്ലാം മറക്കണമെന്ന്, നിശ്ചയം അടുത്ത മാസമാണെന്ന്. എന്തൊരു ഈസി ആയിട്ടാണ് അവൾ പറഞ്ഞത്. എങ്ങനെയാടാ ഭ്രാന്ത് പിടിക്കാതിരിക്കുക? പറ, നീ പറടാ. എവിടേക്കാടാ? നീ അങ്ങോട്ടേക്കാ? ഇന്നലെ എല്ലാം അവസാനിപ്പിക്കാൻ വന്നതായിരുന്നു ഞാൻ. നിന്നെ കണ്ടതുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ചത്. ഇനി എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്തൊരു മണ്ടത്തരമാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. ആത്മഹത്യ ഇതുപോലെ കാറ്റിൽ പാറിപ്പോകുന്ന വെറും കടലാസ് തുണ്ടുകൾ മാത്രമാണ്. ഇന്നത്തെ സമൂഹം സിനിമാ മാധ്യമത്തെയും ദൃശ്യമാധ്യമത്തെയും ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് എന്ന സത്യം പലരും മറന്നു പോകുന്നുണ്ടോ? ഭൂമിയിൽ ഏറ്റവും വിലപ്പെട്ടതിലൊന്നാണ് ജീവൻ. പിന്നെ 10 മാസം ഗർഭം ചുമന്ന് യാതനകളും വേദനകളും സ്നേഹത്തിൻ്റെ തൂവാല കൊണ്ട് പുതപ്പിച്ച മാതാവ് നമ്മെ വളർത്തി
അവർ നമ്മിൽ ഒരുപാട് പ്രതീക്ഷകൾ സ്വപ്നം കാണുമ്പോൾ ചെറിയ മാസങ്ങളോ വർഷങ്ങളോ ആയ പ്രണയത്തിൻ്റെ പുറത്ത് മാതാപിതാക്കളുടെ സ്നേഹം എന്ന മുഖത്ത് കരിവാരിത്തേച്ച ഒരുപാട് പേർ ഇന്ന് ഓർമ്മയായിട്ടുണ്ട്. അവരുടെ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെ കാണുമ്പോൾ തോന്നിയിട്ടുണ്ടാവും, നമ്മൾ കൊടുത്ത സ്നേഹം എന്തുകൊണ്ട് സ്നേഹമായി തോന്നിയിട്ടില്ല. സ്നേഹം കിട്ടാൻ ഭാഗ്യമില്ലാത്തവളെന്ന് സ്വന്തം ആത്മാവിനെ കുറ്റപ്പെടുത്തിയ ആ കണ്ണുനീരുകൾ ഭൂഗർഭഭാഗത്തു നിന്നും തിളച്ചു വരുന്ന ലാവയുടെ അത്രയും കാഠിന്യം നിങ്ങളുടെ ആത്മാവിനുണ്ടാകും. പെട്ടെന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്ത് ജീവനില്ലായ്മ ചെയ്യാനുള്ള ഭീതിയിൽ ഒന്ന് ഓർക്കുക. കൂടിയാൽ ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ. മറവി എന്ന അനുഗ്രഹം ഏത് വേദനയും മായ്ച്ചു കളയും. പ്രകൃതിയും സൗന്ദര്യവും മനുഷ്യർക്ക് ആസ്വദിക്കാനുള്ളതാണ്. നിന്റെ കൈവിരലിൻ്റെ സിഗ്നേച്ചറും നിന്റെ ജീവനും നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. നിനക്ക് മാത്രം.